ഹലോ ഗായ്സ് പറ. ഹലോ ഗായ്സ്. അപ്പൊ നമ്മളിന്ന് നമ്മളല്ല ദീനിയാണ് ശരിക്കും കുക്ക് ചെയ്യണത്. അപ്പൊ ഞാൻ പറയട്ടെ. ബ്രൗണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കിയിട്ട് 3-4 വട്ടം വൻ ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ആ പണിക്കേ നിൽക്കാറില്ല ബ്രൗണി ഉണ്ടാക്കല്. അപ്പൊ ദീദി ഉണ്ടാക്കിയിട്ട് 2 വട്ടം ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ ഉണ്ടാക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് ബ്രൗണി ഞാൻ കുറേ ദിവസമായി പുതിയതായി തോന്നിയിട്ട് അപ്പൊ ഉണ്ടാക്കാൻ പറഞ്ഞേക്കണേ. ദീദി ഒരു വട്ടം ഉണ്ടാക്കിയിട്ട് അത് ബ്രൗണി ബിസ്ക്കറ്റ് ചെയ്ത് പട്ടിക്കിട്ട് എറിയാന്ന് ഒരു വിധത്തിലുള്ള അത്രയും കട്ടിയായി പോയി. എന്തോ ഹീറ്റ് കൂടിയിട്ടാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് കട്ടിയായി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റ് ആയെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രൗണി ഐസ്ക്രീമും വെച്ച് ബെസ്റ്റ് കോംബോ ആണ്. അടിപൊളിയിട്ടാണ്. അങ്ങനെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ്. അപ്പോൾ ഐസ്ക്രീം ഇല്ല. അപ്പോൾ വരുമ്പോൾ കൊണ്ടുവരാൻ പറയണം. ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാഷ്യൂനട്ടിൽ വെച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കാഷ്യൂനട്ട് വേണ്ടെങ്കിൽ ആൽമണ്ട്സ് കൊടുക്കാം. സാധാരണ ഞങ്ങൾ ആൽമണ്ട്സ് ആണ് എടുക്കാറ്. ഇപ്പം അതില്ലാത്തത് കൊണ്ടാണ് ഇപ്പം കാഷ്യൂനട്ട് എടുത്തേക്കണത്. ഏകദേശം ഇത്തിരി അധികം ഒന്ന് പൊടിഞ്ഞു നോക്കത്തിട്ടോ. ഇപ്പം ഞാനല്ല ഫിദ പൊടിച്ചപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോയതല്ലോ. അത്രയും ആവശ്യമില്ല. നമുക്കൊന്ന് കടിക്കാൻ രീതിയിൽ വേണം നല്ലോണം പൊടിക്കാൻ കേട്ടോ. ഇത് നമ്മൾ പോത്തീസിൽ നക്ഷത്ര സ്വർണ്ണം മേടിക്കാൻ പോയപ്പോൾ കിട്ടിയ പാത്രമാണ്. അപ്പോൾ അതിലാണ് നമ്മൾ ചോക്ലേറ്റ് കാണിക്കാം. ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണത് മൈക്രോവേവിൽ വെച്ചിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു. അപ്പോൾ അതും ഇതും കൂടിയിട്ടാണ് ഞങ്ങൾ മെൽറ്റ് ചെയ്യണത്. ഇനി നമുക്ക് ബട്ടറാണ് വേണ്ടത്. ബട്ടറിൻ്റെ കണക്കൊന്നും മറ്റേ പാക്കറ്റിലാണ് വാങ്ങാറ്. പക്ഷേ ഇതിങ്ങനെ ഈ വലിയൊരു പാക്കറ്റ് ബൾക്ക് വേണ്ടി ഇപ്പം ഇങ്ങനെയാണ് ഇടണത് തൽക്കാലം. ഇത് സോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ്. അൺസോൾട്ടഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതാണെങ്കിലും കുഴപ്പമില്ല. ഉപ്പ് നോക്കി ഇതാക്കിയാൽ മതി. നമുക്കിത് മൈക്രോവേവ് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യാം 1 മിനിറ്റ്. ഓവനിൽ വെച്ച് മെൽറ്റ് ചെയ്യുമ്പോൾ ടൈമിങ് നോക്കണോണ്ട് ചിലപ്പോൾ ചോക്ലേറ്റ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഫ്ലോപ്പ് ആവും. ഞാനില്ലേ 3-4 വട്ടം ഉണ്ടാക്കിയിട്ട് 1 ഫ്ലോപ്പ് ആയിരുന്നു. 3/4 കപ്പ് ഷുഗർ വേണം എടുക്കാനായിട്ട്. നല്ലോണം ഫൈനായിട്ട് പൊടിക്കണം കേട്ടോ ഷുഗർ. ഇപ്പം നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. ഫൈനായിട്ട് പൊടിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റയിലോട്ട് ഇടുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് തരിതരിപ്പുണ്ടാവും. അപ്പോൾ പിന്നെ ഒരു ഉണ്ടാവില്ല കാണാനായിട്ട് കേക്ക്. പിന്നെ മുട്ടയാണ് ഇടണത്. 1/1 ആയിട്ട് വേണം ഇട്ടിട്ട് ബീറ്റ് ചെയ്യാൻ കേട്ടോ. ആദ്യം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. എന്നിട്ട് വേണം പയ്യെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യണമെന്ന് പഞ്ചസാര ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കണം. ഒറ്റയടിക്കിടരുത്, പയ്യെ ഇട്ട് കൊടുക്കണം. ഇതിലുള്ള ഫുള്ള് പഞ്ചസാര ഇതിലോട്ട് കട്ടുകൊണ്ട് പോകണമെന്ന് ഗൈസ്. കട്ടുകൊണ്ട് പോകണം. ഇവള് കട്ടുകൊണ്ട് പോണ്. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്, ആ മുട്ടൻ്റെ മണം അങ്ങോട്ട് പോകാൻ വേണ്ടി. നമുക്കിനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് നമുക്ക് ആ എഗ്ഗിൻ്റെ മിക്സ്ചറിലോട്ട് ഇട്ട് കൊടുക്കാം. ഫുൾ ഇടോ. ഇത് നമുക്കിനി ഫോൾഡ് ചെയ്യണം നല്ലപോലെ. അത് മിക്സ് ആവണം വരെ. ഇവിടെ നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഇതാണ് വേണ്ടത്. അപ്പോൾ 1 കപ്പ് മൈദ, അര കപ്പ് മൈദ. ഇപ്പം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചത് മൊത്തം മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ചോക്ലേറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നേരത്തെ നൈസാണ് ചീത്ത പറഞ്ഞ തോണ്ടിക്കൊണ്ടേ. ഇപ്പം ഞാൻ കൊണ്ടുപോണേ. അരിക്കാനുള്ള സമയത്ത് ഒരു ഹാക്ക് ചെയ്ത് നോക്കിയത്. നമ്മൾ ഗ്ലാസ് ഇങ്ങനെ കമഴ്ത്തിയിട്ട് ഇങ്ങനെ തിരിക്കൂലേ, വേഗം കഴിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതിനൊരു നേക്ക് കിട്ടിയില്ല. അപ്പം ആ പണിക്ക് നിന്നില്ല. അപ്പം മൈദ അരിച്ചെടുക്കണേ ഫസ്റ്റ് തന്നെ. ഇനി നമുക്ക് ഇച്ചിരി കാപ്പിപ്പൊടീൻ്റെ ആവശ്യമുണ്ട്. ഒരു ചോക്ലേറ്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൊക്കോ പൗഡർ, പൊടി തരിയിലൂടെ കൊക്കോ പൊടി അരിച്ചെടുക്കാം. കോഫി പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങളൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കോഫി പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ. നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടില്ല, അതിന് പകരം ബേക്കിംഗ് പൗഡറാണ് ഇട്ടത്. ദീദി എന്തോ പറഞ്ഞു, എനിക്കതിന് ഓർമ്മയില്ല. എന്താ പറയുക, എന്തോ കല്ലച്ചു പോയി എന്നാ സോഡ ഇട്ടിട്ട് അങ്ങനെ എന്തോ പറഞ്ഞ്, എനിക്കത് ഓർക്കണില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ ബീറ്റർ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. പക്ഷേ നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ബീറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇട്ടേക്കണേ കേട്ടോ. ഇടാൻ പോണേണ്, അതിന് കട്ട് ചെയ്ത് വെച്ചേക്കണേണിത്. പിന്നെ അതുപോലെ തന്നെയാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കാഷ്യൂനട്ടും ആക്കി വെച്ചേക്കണത്. ഇത് നമ്മൾ ക്യാഷ് പൊടിച്ച് വെച്ചത് നമ്മൾ ഇതിലോട്ട് ഇടാൻ വേണ്ടി കേട്ടോ.
ക്യാഷ് ക്രഷ് ചെയ്തതും പിന്നെ ചോക്ലേറ്റിൻ്റെ ക്യൂബായിട്ടുള്ളതും നമ്മൾ അതിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ഗൈസ് ഞാനിതപ്പോൾ ഇളക്കണേണെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്തെന്നൊക്കെ ഒന്ന് വരട്ടണ്ടേ. അപ്പൊ ഗൈസ് ഇന്ന് എന്റെ ബർത്ത്ഡേ അത് കാരണം ബ്രൗണി ഉണ്ടാക്കണേ. അപ്പൊ ഞാൻ TV കണ്ടിട്ടും വരെ ഗൈസ് മാഷ കണ്ടിട്ടും വരെ. ബൈ. കുറച്ച് ബട്ടർ എടുത്തിട്ട് ബേക്കിംഗ് ട്രേയിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ഇത് മറ്റേ പാച്ച്മെൻറ്റ് പേപ്പർ ഇല്ലേ, ബട്ടർ പേപ്പർ, അതുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലോണം ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഈ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതിന് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ പറഞ്ഞത് ഓടിപ്പോയിട്ട് പ്രീഹീറ്റ് ചെയ്ത് 180 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാറ്ററിൻ്റെ എയർ ബബിൾസ് നല്ലോണം കളഞ്ഞു കൊടുക്കാം കേട്ടോ. നല്ലോണം ഡാബ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. ഞങ്ങൾ ഈ കാഷ്യൂനട്ടും ചോക്ലേറ്റ് ഫുള്ള് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മുകളിൽ കുറച്ച് ടോപ്പിംഗ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പാത്രം എടുക്കുമ്പോൾ എപ്പോഴും സ്ക്വയർ എടുക്കാൻ നോക്കാം കേട്ടോ. എന്നാലും കാണുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റാണ് ഇനി ഇത് ബേക്ക് ചെയ്യാൻ നോക്കണത്. നമ്മൾ അതിനു മുമ്പ് തുറന്ന് നോക്കണം കേട്ടോ വെന്തിട്ടുണ്ടായില്ലേന്ന്. അപ്പോൾ കുറച്ച് നമ്മൾ വെച്ചപ്പോൾ ഇത്തിരി പണി കിട്ടി, അങ്ങനെ സൈഡൊക്കെ മുട്ടിട്ടുണ്ടായിരുന്നു. ബേക്കിങ്ങിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ് അതിൻ്റെ ബേക്കിംഗ് ടൈമിങ് ആണ് കേട്ടോ. അത് അയക്കാനാൽ അതെന്താകും, ശരിയാകുമോ, ഫ്ലോപ്പോ, എനിക്ക് അറിഞ്ഞൂടെ ഫ്ലോപ്പ് ആവോ കറക്റ്റ് ആകുമോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഐസമ്മയുടെ ബർത്ത്ഡേ ഉണ്ട് കഴിച്ചത്. അപ്പോൾ നമ്മൾ ഐസമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണത്, ബ്രൗണി ഉണ്ടാക്കുന്നത് അങ്ങനെ. അപ്പോൾ നമുക്ക് നോക്കാം. അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി എന്താവും നമുക്ക് നോക്കാം. ഗൈസ് ഏകദേശം ഒരുവിധം ഇങ്ങനെ ഫ്ലേക്കി പോലെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇനി ചിലപ്പോൾ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ 16 മിനിറ്റും കൂടി ഉണ്ട് ഇനി. അപ്പോഴേക്കും നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് നോക്കാം ഗൈസ്. ഇനിയും ബേക്കാവാൻ ഒരു 4 മിനിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ 4 മിനിറ്റ് വേണ്ടായിരുന്നു. സംഭവം റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി. പോയി നോക്കിയപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ടുണ്ട് ഗൈസ്. നമുക്ക് അടിപൊളി അടിപൊളി ബ്രൗണി കട്ട് ചെയ്യാൻ പോലെയാണ്. ഇത് സൈഡിൽ നിന്ന് കട്ട് ചെയ്താ ഗൈസ്. അപ്പം നമുക്ക് ഒരു കഷ്ണം കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് ഉണ്ട്. ഫ്ലോപ്പായില്ല, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അല്ല ഫ്ലേക്കി വന്നിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് ദീദി, അടിപൊളി. അപ്പൊ നിങ്ങൾ ഇത് ബ്രൗൺ കേക്ക് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു കേക്ക് കഴിക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ ബൈ.